ഇന്ന് ഇതാട്ടോ രാവിലത്തെ പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൂരിയും പിന്നെ കറി എന്താണ്, തലേ ദിവസത്തെ കറി, ചിക്കൻ കറിയോ മീൻ കറിയോ എന്തോ ഒന്നാണ് കേട്ടോ. മീൻ കറിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറേ ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനും വീഡിയോ ഇടാനും മറന്നുപോയൊരു വീഡിയോ ആണ് കേട്ടോ. വെറുതെ ഗ്യാലറി ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ എടുത്തു വെച്ച കണ്ടത്. എന്ന് പറഞ്ഞാൽ കുറേ ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. എന്നത്താണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. എന്തായാലും പൂരിയാണ്, മീൻ കറി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പൂരിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനും ഇക്കൻ തന്നെയാണ് കേട്ടുള്ളത്. നാസിമോന് പിന്നെ ചുടുമ്പോൾ തന്നെ ചൂടോടെ ഒരു പൂരിയും കഴിച്ചിട്ട് ഓൻ്റെ സർക്കീറ്റിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. തറവാട്ടിലും അനിയൻ്റെ വീട്ടിൽ അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. മറ്റവർ പിന്നെ മദ്രസ വിട്ട് വന്നിട്ടില്ല കേട്ടോ. ഒരു വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇരുന്നതാണ്. ഒരു വരേണ്ട ഏകദേശം ടൈം ആയിട്ടുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പൂരി ആകുമ്പോഴേ ചൂടോടുകൂടെ കഴിക്കാനല്ലേ ഒരു ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഇക്കയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളൊന്നും എടുക്കുന്നൊന്നും വീഡിയോയിലൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഓരോ ദിവസം ഓരോരോ മൂഡ് പോലെയാണല്ലോ കാര്യങ്ങൾ ഉണ്ടാവുക. പിന്നെയെന്ന് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ ഒഴിവാക്കിയും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുമ്പോഴല്ലേ ഇങ്ങൾക്കും ഒരു ബോറില്ലാണ്ട് അങ്ങനെ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. എന്നും ഒരേ രീതിയിൽ ഒരേ റൊട്ടീനിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എണീച്ച് മക്കൾ വന്ന് ഓർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, പിന്നെ ബാക്കിയുള്ള നമ്മളെ പണികളൊക്കെ ഉണ്ടല്ലോ. സത്യത്തിൽ പറഞ്ഞാൽ ഇതിപ്പോൾ അല്ലേ അടിച്ചു വാരലല്ലേ പാത്രം കഴുകൽ, ഇതാണ് ഇപ്പം നിങ്ങളെ പണിയെന്ന് പലർക്കും തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു പണികൾ അതൊരു വലിയൊരു പണികൾ തന്നെയാണ് അല്ലേ. അത് നമ്മൾ എടുക്കുന്നവർക്കല്ലേ എന്തായാലും മനസ്സിലാവുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ വേഗം ചോറും കറീൻ്റെ പരിപാടി നോക്കുകയാണ്. അപ്പോൾ തീയൊക്കെ കത്തിച്ച് വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മീൻ പൊരിക്കാനുള്ളതുകൊണ്ട് അപ്പോൾ അതൊന്നും ഞാൻ പെരക്കിയത് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. മീൻ പൊരിച്ചതും സാമ്പാറും മാത്രമാണ്. വേറെ അതിമലേക്കൊന്നും അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ സാമ്പാറിനുള്ളതൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് അങ്ങനെ വേവട്ടെ. വേവുമ്പോൾ അതൊന്ന് പോയി ഊറ്റി വെച്ചാൽ ചോറിൻ്റെ പരിപാടി കഴിയും. അപ്പോഴത്തേക്കൊക്കെ ഇതാട്ടോ സാമ്പാർ വേവിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് വേഗം വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടി, അതുപോലെ മല്ലിപ്പൊടി, പിന്നെ കുറച്ചധികം സാമ്പാർ പൊടിയൊക്കെ ചേർത്തിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുക. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചിട്ടൊന്നുമില്ല, അല്ലാതെ പൊടികൾ ഇട്ടിട്ട് അങ്ങനെ വറവിട്ടിട്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സാമ്പാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. മീൻ പിന്നെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം വീണ്ടും പെരങ്ങിയതൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.